കഥയാരംഭിക്കുന്നത് ആർട്ടിക് പ്രദേശത്തുകൂടി നീങ്ങുന്ന ഒരു കപ്പലിൽ നിന്നുമാണ്. ആ കപ്പലിനുള്ളിൽ ഒരു യുവാവ് ഉറങ്ങുന്നുണ്ടായിരുന്നു. ജൊനാഥൻ എന്നാണ് അവന്റെ പേര്. ഉറക്കത്തിലായിരുന്ന ജൊനാഥൻ ഉറക്കത്തിൽ നിന്നുണർന്നു. ആളൊരു ഫോട്ടോഗ്രാഫറാണ്. കപ്പലിൽ നിന്നിറങ്ങിയവൻ അവിടുത്തെ ഫോട്ടോസൊക്കെ പകർത്താൻ ആരംഭിച്ചു. ആ പ്രദേശം ചുറ്റിക്കറങ്ങി നിരവധി ഇടത്തു നിന്നും മനോഹരമായ ചിത്രങ്ങൾ അവൻ പകർത്തിയെടുക്കുന്നുണ്ട്. ആ ദിവസം അങ്ങനെ കടന്നുപോയി. വൈകാതെ അവന്റെ ആ ഡ്യൂട്ടികളൊക്കെ തീർത്ത് അവൻ ബസ് കയറി നാട്ടിലേക്ക് മടങ്ങിയെത്തി. അവൻ എത്തിച്ചേർന്നത് ക്രൊയേഷ്യയിലേക്കായിരുന്നു. അവിടാണിപ്പോൾ അവൻ താമസിക്കുന്നത്. അവന്റെ ജന്മനാടൊന്നുമല്ല. ജന്മന അവനൊരു ഇന്തോനേഷ്യക്കാരനാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ക്രൊയേഷ്യയിലേക്ക് അവൻ നാടുവിട്ടെത്തിയതായിരുന്നു. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൃത്യമായി മുറിയിൽ ഒതുക്കി വെച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അടുക്കി വെച്ച് അവൻ അടുത്തുള്ള ഒരു ബാറിലേക്ക് പോയി. അവിടെ അവന്റെ കൂട്ടുകാരൻ അവനെയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കാർലോ എന്നായിരുന്നു സുഹൃത്തിന്റെ പേര്. കാർലോ കഥാലോകവുമായി ഒരുപാട് ബന്ധമുള്ളൊരു വ്യക്തിയാണ്. അവരെന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇതിനിടയിൽ നല്ല രീതിയിൽ കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. അന്ന് അവന്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം ജൊനാഥൻ മദ്യപിക്കുകയും ചെയ്തു. പിന്നീട് ജോയും കൂട്ടുകാരനും കൂടി തിരികെ വീട്ടിലേക്ക് പോന്നു. അന്ന് രാത്രി അവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ തൊട്ടടുത്തതാ ഒരു പെൺകുട്ടിയിരിക്കുന്നു. അവളെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അവൻ പേടിച്ചുപോയി. നീ ആരാ? അവൻ ഭയത്തോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ നിന്റെ ഭാര്യയാണ്. ഫ്യൂച്ചറിൽ നിന്നും വന്നതാണ്. നീ എന്നെ കളിപ്പിക്കാൻ നോക്കുന്നതല്ലേ? എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? നിന്നെ ആ കാർലോ പറഞ്ഞു വിട്ടതല്ലേ? ഞാനിപ്പോ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവൻ നേരെ വീടിന് പുറത്തേക്ക് ഇറങ്ങി. കാർലോയെ ഫോൺ വിളിച്ചു. നീ എന്തിനാടാ കണ്ട പെമ്പിള്ളേരൊക്കെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നേ? പക്ഷെ കാർലോ പറഞ്ഞത് താൻ അത്തരത്തിൽ ആരെയും അയച്ചിട്ടില്ലെന്നായിരുന്നു. സാധാരണ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആളെ മുട്ടിച്ചു കൊടുക്കുന്ന ഒരു ഏജന്റായി അവൻ വർക്ക് ചെയ്യാറുണ്ട്. കാർലോ അത്തരത്തിൽ അതിനു മുമ്പും ആളുകളെ ജോയുടെ അടുത്തേക്ക് വിട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ പെൺകുട്ടിയെ വിട്ടത് താനല്ല എന്ന് കാർലോ തറപ്പിച്ചു പറഞ്ഞു. ഇതെല്ലാം അവിടുത്തെ വിൻഡോയിലൂടെ നോക്കി ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ പേര് സൊറേ എന്നാണ്. ഫോൺ കട്ട് ചെയ്ത് അവളെ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ജൊനാഥൻ അങ്ങോട്ടേക്ക് കയറി ചെന്നു. നീ എന്തിനാ ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പറയുന്നേ? ഇറങ്ങിപ്പോയേ, ജൊനാഥൻ അവളോട് പറഞ്ഞു. ഓ അതിനെന്താ, ഞാൻ ഇറങ്ങി പൊക്കോളാം എന്ന് പറഞ്ഞ് സൊറേ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞ് ജൊനാഥൻ തയ്യാറായി പുറത്തേക്കിറങ്ങി. നോക്കുമ്പോൾ അതാ സൊറേ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നീ നിന്റെ ഫോണും പേഴ്സും എടുക്കാൻ മറന്നിട്ടുണ്ടാകും, അതും കൂടി എടുത്തോ, സൊറേ പറഞ്ഞു. ജൊനാഥൻ അതിശയം തോന്നി. സത്യമാണ്, അവനതെടുക്കാൻ മറന്നിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ അവൾക്ക് എങ്ങനെ മനസ്സിലായി? എന്തായാലും അതൊക്കെ എടുത്ത് അവൻ ഇറങ്ങി നടന്നു. സൊറയും അവന്റെ പിന്നാലെ തന്നെയുണ്ട്. സൊറ അവനെ വിടുന്ന മട്ടില്ല. ശരിക്കും അവളിന് ഫ്യൂച്ചറിൽ നിന്ന് തന്നെ വന്നതാണോ? കുറെ സംശയങ്ങൾ അവന്റെ ഉള്ളിലൂടെ ഓടിപ്പോകുന്നുമുണ്ട്. പോകുന്ന വഴിക്ക് ജൊനാഥൻ ഒരാളോട് കൂട്ടിമുട്ടാൻ പോവുകയായിരുന്നു. അതിനു മുമ്പേ സൊറ പറഞ്ഞു. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുമ്പോട്ടേക്ക് പോയ അവൻ പഴക്കൂടയുമായി പോയ ഒരാളുമായി കൂട്ടിമുട്ടി. എന്തായാലും അയാളുടെ സോറിയും പറഞ്ഞ് ജൊനാഥൻ മുമ്പിലേക്ക് നടന്നു. അവന്റെ ഗേൾഫ്രണ്ട് അവനെ കാണാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജൊനാഥൻ അപ്പോൾ കമ്മിറ്റഡ് ആണ്. എൽസ എന്നാണ് ആ ഗേൾഫ്രണ്ടിന്റെ പേര്. അല്പം മാറി നിന്ന് സൊറ ഇതൊക്കെ കാണുന്നുണ്ട്. എൽസ ജൊനാഥനോട് സംസാരിക്കാൻ തുടങ്ങി. വിവാഹകാര്യവും മാഡ്രിഡിലേക്ക് താമസം മാറ്റുന്നതുമൊക്കെയാണ് സംസാരം. ജൊനാഥൻ ഈ ഫോട്ടോഗ്രാഫർ ജോലിയുമായിട്ട് നടക്കുന്നതൊന്നും എൽസയ്ക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. മറ്റൊരു രാജ്യത്തേക്ക് മൂവ് ഔട്ട് ചെയ്ത് അവിടെ ഒരു റെസ്റ്റോറന്റും തുറന്ന് ജൊനാഥനെയും കൂട്ടി ആ ജോലിയും ചെയ്ത് ജീവിക്കലാണ് എൽസയുടെ പദ്ധതി. അതിന് ഫണ്ട് കൊടുക്കാമെന്ന് എൽസയുടെ പേരന്റ് സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ ജോയെ സംബന്ധിച്ച് അവന്റെ ജീവിതം തന്നെ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടാണുള്ളത്. അവന്റെ ലോകമേ അതാണ്. അവനതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളോട് അത്ര താല്പര്യമില്ല. ഈ സമയം അങ്ങോട്ടേക്ക് സൊറേ വന്നു കയറിയിരുന്നു. എൽസ സൊറയ്ക്കടുത്ത് അവൾ ആരാണെന്ന് ചോദിച്ചപ്പോ താൻ ജോയുടെ ഭാര്യയാണെന്നും ഇന്തോനേഷ്യയിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് എന്ന മട്ടിലൊക്കെയായിരുന്നു സൊറയുടെ മറുപടി. അക്ഷരാർത്ഥത്തിൽ അത് കേട്ടതും എൽസയ്ക്ക് ദേഷ്യം വന്നു. ഇവനിതുപോലെ പല പെണ്ണുങ്ങളെയും പറ്റിച്ചിട്ടുണ്ട് എന്നുകൂടി സൊറേ പറഞ്ഞതും അവിടെ ഇരുന്ന വെള്ളമെടുത്ത് ജൊനാഥന്റെ മുഖത്തേക്ക് മുഴിച്ച് ദേഷ്യത്തിൽ എൽസ എഴുന്നേറ്റ് പോയി. ദേഷ്യം വന്ന ജൊനാഥൻ ചാടി എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോ സൊറേ പറഞ്ഞു, സൂക്ഷിച്ചു പോ, അപകടം പറ്റും. അവനത് കേൾക്കാതെ ചാടി എഴുന്നേറ്റു. ഒരു വെയിറ്ററുമായി കൂട്ടിമുട്ടി. വെയിറ്ററുടെ കയ്യിലുണ്ടായിരുന്ന വസ്തു താഴെ വീണു. ഞാൻ പറഞ്ഞില്ലേ എന്ന ഭാവമായിരുന്നു സൊറയ്ക്ക്. ചുറ്റിലുമുള്ളവരോടൊക്കെ സോറി പറഞ്ഞ് ജൊനാഥൻ വേഗം അവിടുന്ന് പോന്നു. പക്ഷേ അവൻ അതിശയമുണ്ട്. നടക്കുന്നതിന് മുമ്പ് സൊറയ്ക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു? സൊറയും ജൊനാഥന്റെ പിന്നാലെ പോയിരുന്നു. അവർ പോയത് വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയപ്പോ ദേഷ്യത്തിൽ ജൊനാഥൻ അവളോട് പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ചു പറയും. അവര് വന്ന് നിന്നെ കൊണ്ടുപോക്കോളും. എന്റെ പുറകെ ഇങ്ങനെ നടക്കാതെ നീ നിന്റെ കാര്യം നോക്ക്. ജൊനാഥൻ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. പക്ഷേ സൊറ അവിടുന്ന് പോകുന്നൊന്നുമുണ്ടായിരുന്നില്ല. അവൾ അവിടെ തന്നെ ഇരുന്നു. രാത്രിയിൽ മഞ്ഞുവീഴ്ചയൊക്കെയുണ്ട്. അതെല്ലാം കൊണ്ട് സൊറ പുറത്തു തന്നെ ഇരിക്കുകയായിരുന്നു. രാത്രി കടന്നുപോയി. ഉറങ്ങി എഴുന്നേറ്റപ്പോ ജൊനാഥൻ അവൾ പോയെന്ന് നോക്കാൻ പുറത്തേക്ക് നോക്കി. തണുത്തു വിറച്ച് അവിടെ ഇരിക്കുന്ന സൊറയെ കണ്ടതും ജൊനാഥന് എന്തോ പോലെ തോന്നി. അവൻ
നേരെ നടന്ന് അവളുടെ അടുത്ത് ചെന്നു അവളോട് ചോദിച്ചു, സത്യം പറ, നിനക്കെന്താ വേണ്ടത്? പക്ഷെ അവളൊന്നും മറുപടി പറയുന്നുണ്ടായിരുന്നില്ല, ചിരിക്കുക മാത്രം ചെയ്യുന്നു. അവളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ജൊനാഥൻ അതുകൊണ്ട് അവളെയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തയ്യാറായി പുറത്തേക്കിറങ്ങി. അവിടെ ഒരു ഷോപ്പിലേക്ക് പോയി. സൊറയ്ക്ക് ഫുഡും കഴിക്കാനായി അവന് ഒരു ബിയറും പറഞ്ഞു. പക്ഷേ അവൻ മുമ്പോട്ട് പോയതിന് പിന്നാലെ സൊറ അവിടുത്തെ വെയിറ്ററോട് ബിയർ കൊണ്ടുവരണ്ട എന്ന് എടുത്തു പറഞ്ഞു. പിന്നാലെ ഇരുവരും ഭക്ഷണം ഇരിക്കുന്നിടത്തെത്തിയിരുന്നു. സംസാരിക്കാൻ തുടങ്ങി. വെയിറ്റർ ഫുഡ് കൊണ്ടുവന്നു. പക്ഷേ ബിയർ കൊണ്ടുവന്നിരുന്നില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോ സൊറ വേണ്ടെന്ന് പറഞ്ഞു എന്നായിരുന്നു മറുപടി. സൊറ അവനെ കുടിക്കാൻ എന്ത് ചെയ്താൽ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജൊനാഥൻ ചോദിച്ചു, സത്യം പറ, നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ നീ എന്റെ പിന്നാലെ നടക്കുന്നേ? ജൊനാഥൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് തന്റെ കൂട്ടുകാരൻ കാർലോ പറഞ്ഞു വിട്ട് തന്നെ ഉപദ്രവിക്കുകയാണ് ആ പെൺകുട്ടി ചെയ്യുന്നതെന്നായിരുന്നു. ജൊനാഥൻ പിന്നാലെ പോയത് നേരെ തന്റെ കൂട്ടുകാരനെ കാണാൻ കാർലോയെ കണ്ട് സൊറയുടെ കാര്യങ്ങൾ ജൊനാഥൻ വിശദീകരിച്ചു. തന്നെപ്പറ്റി എല്ലാം അറിയാമെന്നും തന്റെ പാസ്റ്റും തന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം തന്നെ സൊറയ്ക്ക് അറിവുണ്ടെന്നും കൃത്യമായി താനത് ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോ എല്ലാം അവൾ എണ്ണി എണ്ണി പറഞ്ഞ കാര്യവുമൊക്കെ അതിശയത്തോടെ ജൊനാഥൻ അവനോട് കൂട്ടിച്ചേർത്തു. പക്ഷെ കാർലോ അതൊന്നും വിശ്വസിച്ചിട്ടുമില്ല. ജൊനാഥൻ ഒരുപാട് മദ്യപിക്കുന്നവനാണല്ലോ, മദ്യപിച്ച് ഓരോന്ന് പിച്ചും പെയ്യും പറയുകയാണ് എന്നായിരുന്നു കാർലോ ചിന്തിച്ചത്. എന്തായാലും അവിടെ നിന്ന് നേരെ ജൊനാഥൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെല്ലുമ്പോ സൊറ കുക്ക് ചെയ്യുകയാണ്. ജൊനാഥന് ഇഷ്ടപ്പെട്ട വിഭവമാണ് അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൊനാഥനും അത് ശരിയാണല്ലോ എന്ന് പെട്ടെന്ന് മനസ്സിലായി. ജൊനാഥൻ അപ്പോഴും ഞെട്ടല് വിട്ടുമാറിയിട്ടില്ല. ജൊനാഥൻ സൊറയുടെ അടുത്ത് ചെന്ന് വീണ്ടും ചോദിച്ചു, സത്യം പറ, ആരാണു നീ? സൊറ ജൊനാഥനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഓരോന്നായി പറയാൻ തുടങ്ങി. നോക്ക്, നീ ഈ അലമാരയ്ക്കകത്തല്ലേ നിന്റെ ഫോട്ടോസ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നേ? അതില് എത്രയധികം ഫോട്ടോസ് ഉണ്ട്. അതിലൊരു ഫോട്ടോയുടെ മാത്രം ഫോക്കസ് ശരിയായില്ല. പിന്നെ ഇന്ന് നിനക്കൊരു ഇന്റർവ്യൂ ഇല്ലേ? ആ ഇന്റർവ്യൂവർ നിന്റെ ഫോട്ടോസ് ഒക്കെ നോക്കും. പക്ഷെ അയാൾക്ക് ഒരു ഫോട്ടോയായിരിക്കും ഇഷ്ടപ്പെടുക. അതേതാണെന്ന് നിനക്കറിയാമോ? നീയൊരു മുത്തശ്ശിയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടില്ലേ? അതാണ്. ഇതെല്ലാം കേട്ട് അക്ഷരാർത്ഥത്തിൽ ജൊനാഥനൊന്ന് ഞെട്ടുന്നുണ്ട്. സൊറയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇന്റർവ്യൂവിനായി ജൊനാഥൻ പോയി. സൊറ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. മറ്റ് ഫോട്ടോസ് ഒന്നും ഇന്റർവ്യൂ ചെയ്യാമെന്ന വ്യക്തിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ആ ഒരു മുത്തശ്ശിയുടെ പോർട്രേറ്റ് അയാൾക്ക് വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ ജൊനാഥൻ സെലക്റ്റഡുമായി. അവരെല്ലാവരും ഒന്നിച്ചൊരു ചിയേഴ്സും പറഞ്ഞു. ഇതെല്ലാം കണ്ട് അവിടെ മാറി മറ്റൊരു ടേബിളിൽ സൊറ ഇരിക്കുന്നുമുണ്ട്. ജൊനാഥൻ ഇപ്പോൾ സൊറയെ വിശ്വാസമാവാൻ തുടങ്ങിയിരിക്കുന്നു. അന്ന് പുറത്തേക്ക് വന്നപ്പോ ജൊനാഥൻ സൊറയോട് ചോദിച്ചു, നീ എന്തിനാ ഭൂതകാലത്തിലേക്ക് എന്നെ കാണാൻ വന്നത്? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? സൊറ കാരണം വിശദീകരിച്ചില്ല. പക്ഷേ അവൾ എടുത്തു പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ഒക്കെ ചെയ്താൽ നിന്റെ ജീവിതത്തിലുണ്ടാവാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും തീരും. ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കുമോ? അത് കേൾക്കുമ്പോ അതിനെല്ലാം അവൻ ഓക്കെ പറയുകയാണ്. അവൾ പറയുന്ന പോലെ എല്ലാം കേട്ട് അവൾ പറയുന്ന രീതിയിൽ ജീവിക്കാമെന്ന്. അങ്ങനെ സൊറയെ കൈനീട്ടി ജൊനാഥൻ ഷെയ്ക്കാൻഡ് കൊടുത്തു. പിന്നീട് അങ്ങോട്ടേക്ക് സൊറയുടെ നിയന്ത്രണത്തിലായിരുന്നു ജൊനാഥന്റെ ജീവിതം. അടുക്കും ചിട്ടയുമില്ലാത്ത ജൊനാഥന്റെ ജീവിതം അവളൊന്ന് ഓർഡറാക്കാൻ തുടങ്ങി. ജൊനാഥൻ ഒരുപാട് സിഗരറ്റ് വലിക്കും. സൊറ ആ സിഗരറ്റ് ഒക്കെ എടുത്തുകൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞു. അതുപോലെ ഒരുപാട് മദ്യപിക്കുന്ന അവന്റെ മദ്യമൊക്കെ എടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. വർക്കൗട്ട് ചെയ്യാൻ സൊറയെ തന്നെ അവനെ ഒരുപാട് പ്രേരിപ്പിച്ചു. നാളുകൾ അങ്ങനെ മുമ്പോട്ടേക്ക് പോയി. ഒരു ദിവസം ജൊനാഥൻ സൊറയോട് ചോദിച്ചു, ഞാൻ എന്തു കണ്ടിട്ടാ നിന്നെ കല്യാണം കഴിച്ചത്? അവള് പറഞ്ഞു, അത് നിനക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ മനസ്സിലാവും. അതെല്ലാം മനസ്സിലാവുമ്പോ നിനക്ക് എന്നെ ഓർത്ത് വല്ലാതെ ചിലപ്പോ പാവം തോന്നും. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് ജൊനാഥന് തോന്നിയിരുന്നു. പക്ഷേ അവൻ കുത്തിച്ചോദിച്ചതൊന്നുമില്ല. ഒരു ദിവസം ജൊനാഥനെയും കൂട്ടിക്കൊണ്ട് അവൾ ഡ്രസ് എടുക്കാൻ പോയി. അവള് പുതിയ വസ്ത്രം ധരിച്ചു വന്നപ്പോ അവളുടെ ഭംഗി കണ്ട് ജൊനാഥന് അവളോട് വല്ലാതൊരു ഇഷ്ടം തോന്നി. അവൾ അത്രമേൽ ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം ജൊനാഥനും കൂട്ടുകാരനും സൊറയും കൂടി അവിടെയുള്ള ഒരു എക്സിബിഷന് പോയി. ജൊനാഥൻ എടുത്ത ഫോട്ടോ ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്ന് സെലക്ട് ചെയ്ത ആ മുത്തശ്ശിയുടെ പോർട്രേറ്റ് ഉണ്ടല്ലോ, അതാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന ഇന്റർവ്യൂവർ അവന്റെ അടുക്കൽ അതുപോലെ മറ്റു വല്ല ചിത്രവുമുണ്ടോ എന്ന മട്ടിൽ ചോദിച്ചു. ആർട്ടിക്കിൾ പോയപ്പോൾ എടുത്ത ഒരുപാട് ഫോട്ടോസ് ഉണ്ട് എന്ന മട്ടിൽ അവൻ പറഞ്ഞെങ്കിലും തനിക്കതൊന്നും വേണ്ട, ഇതുപോലെ എന്തെങ്കിലും പോർട്രേറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അത് നോക്കാം എന്നായിരുന്നു അയാളുടെ മറുപടി. ജൊനാഥന് സത്യത്തിൽ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഇത് മുൻകൂട്ടി സൊറ പറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ നിന്നെടുത്ത ഫോട്ടോ ഒന്നും അയാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. അതുപോലെ തന്നെ സംഭവിക്കുന്നു. പക്ഷെ അവിടെ വെച്ചും അതോർക്കാതെ ജൊനാഥൻ അയാളോട് ആർട്ടിക് ഫോട്ടോസിന്റെ കാര്യം തന്നെ പറഞ്ഞു പോയിരുന്നു. എല്ലാം മനസ്സിലായപ്പോ സൊറയോട് ജൊനാഥൻ ക്ഷമ ചോദിച്ചു. അന്ന് രാത്രി ജൊനാഥൻ വീട്ടിൽ വന്ന് ബുക്ക് വായിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് സൊറ കയറി വന്നു. സൊറയെ അലമാര തുറന്ന് ജൊനാഥന്റെയും അവന്റെ പഴയ കാമുകിയായിട്ടുള്ള ആ പെൺകുട്ടിയുടെയും ഫോട്ടോ ഉള്ള ഒരു ബുക്ക് പുറത്തെടുത്തു. അതെടുത്ത് അവൾ വായിക്കാനായി തുറന്നു നോക്കാനായി ശ്രമിക്കും
ശ്രമിക്കുമ്പോഴേക്കും ജൊനാഥൻ അങ്ങോട്ടേക്ക് വന്നു. അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് അവർ തമ്മിൽ ഒരു പിടിവലിയിലേക്ക് കടന്നു. അവൻ അവളെ ഇക്ലിയിടാൻ തുടങ്ങി. അവർ തമ്മിലുള്ള ആ പിടിവലിയും മറ്റും ഇരുവരെയും ഒരുപാട് അടുത്തടുത്ത് കൊണ്ടുവന്നു. അവർ തമ്മിൽ ഇന്റിമേറ്റ് ആവുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി. പക്ഷെ അവൾ അവനെ തടഞ്ഞു. അവൾ പറഞ്ഞു, നമ്മൾ ആദ്യമായി ഇന്റിമേറ്റ് ആയത് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ വേണ്ട. അവനും അത് ശരിയാണെന്ന് തോന്നി. അവനും അതിൽ നിന്ന് പിന്മാറി. അപ്പോഴേക്കും ഇരുവർക്കും ഉള്ളിൽ വളരെ ശക്തമായൊരു സ്നേഹബന്ധം ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഫ്യൂച്ചറിൽ വെച്ച് ജൊനാഥൻ അവൾക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ട്. അവരുടെ ബന്ധത്തിൽ അവൾ മാത്രമേ ഉണ്ടാകൂ എന്ന്. എന്ത് വില കൊടുത്തും അവളെ ജൊനാഥൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് സൊറേ അത് ജൊനാഥനോട് പറഞ്ഞു. അന്നത്തെ ദിവസം അങ്ങനങ്ങ് കടന്നുപോയി. അടുത്ത ദിവസം സൊറയെ ജൊനാഥൻ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണൊക്കെ പൊത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അവിടെ ആർട്ടിക്കിൽ നിന്ന് അവനെടുത്ത ഫോട്ടോസ് പ്രോസസ് ചെയ്ത് കൃത്യമായി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. സൊറ അതൊക്കെ നോക്കിക്കണ്ടു. അവൾക്കതൊക്കെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. ജൊനാഥൻ പിന്നാലെ സൊറയോട് ചോദിച്ചു, ഭാവിയിൽ ഞാൻ വലിയൊരു കലാകാരനാകുമോ, ഫോട്ടോഗ്രാഫർ ആകുമോ? സൊറയ്ക്ക് അറിയുമോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷെ അവൾ അതൊന്നും വ്യക്തമായി മറുപടിയും പറഞ്ഞില്ല. പിന്നീട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ജൊനാഥൻ അവിടെ നിന്ന് സമുദ്രതീരത്തേക്ക് പോയി. സൊറയും കൂടെ ഉണ്ടായിരുന്നു. നല്ല ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് സമയം ജൊനാഥൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവൻ ഇടയ്ക്ക് കൂട്ടാക്കുന്നില്ല. സൊറ ഭക്ഷണം കഴിക്കാൻ അവനെ വിളിച്ചു. പക്ഷേ വിളിക്കാൻ വന്ന അവളെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കാനായിരുന്നു ജൊനാഥന്റെ ശ്രമം. സൊറ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ജൊനാഥൻ നിർബന്ധിച്ചപ്പോ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ അവൾ തയ്യാറായി. സമുദ്രത്തിന് മുമ്പിൽ അവളെ നിർത്തിക്കൊണ്ട് അതിമനോഹരമായ ഒരു ചിത്രം ജൊനാഥൻ പകർത്തി. ജൊനാഥന് വൈകാതെ ഒരു ആർട്ട് എക്സിബിഷന്റെയും മറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. അവനെടുത്ത ഫോട്ടോസ് സെലക്ട് ആവുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ജൊനാഥനെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കിടന്നിട്ടും എന്ത് ചെയ്താൽ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. സൊറയ്ക്ക് ഫ്യൂച്ചർ അറിയാമല്ലോ, എന്താകുമെന്ന് ജൊനാഥൻ സൊറയോട് ചോദിച്ചു. പക്ഷേ അവൾ അതൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. അതോടെ അവന് കൂടുതൽ കൺഫ്യൂഷനായി. ഫ്യൂച്ചറിലെ കാര്യം നടക്കാത്തത് കൊണ്ടാകുമോ അവൾ എന്നോട് പറയാത്തത്? ഇനി പറഞ്ഞ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? ഒടുവിൽ ഉറക്കം വരാതെ ജൊനാഥൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന സിഗരറ്റ് പുറത്തെടുത്ത് അത് വലിക്കാനായി തുടങ്ങി. അവൻ വലിച്ചു കുറച്ചു കഴിഞ്ഞ് നിൽക്കുമ്പോ സൊറയത അവന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അവൾക്കതൊക്കെ മുൻകൂട്ടി അറിയാവുന്ന പോലുണ്ടായിരുന്നു. അവനോട് ആ സിഗരറ്റ് ദൂരെ കളയാൻ പറയുമ്പോ അവനതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അവൾ പറയുന്നത് പോലെ അനുസരിക്കാമെന്ന് മുമ്പ് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണല്ലോ. ഇപ്പോ പക്ഷേ അവനത് കേൾക്കുന്നില്ല. അവൾ വീണ്ടും വീണ്ടും സിഗരറ്റ് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അവനത് ചെവികൊള്ളുന്നേയില്ല. എന്നെക്കൊണ്ട് എന്റെ ഈ ശീലങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. കുടിയും വലിയും മാറ്റി നിർത്തി എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ജൊനാഥൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ സൊറയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവള് ദേഷ്യപ്പെട്ടു. അവള് പറഞ്ഞു, എപ്പോഴും നീ ഇങ്ങനെ തന്നെയാ പറയുന്നത്. ഈ ഒരൊറ്റ തവണ കൂടി എന്ന്. എന്നിട്ട് നിനക്കെന്താ പറ്റിയതെന്നറിയാമോ? 8 വർഷം കഴിഞ്ഞപ്പോ നീ മരിച്ചുപോയി. അതും ഹാർട്ട് അറ്റാക്ക് വന്ന് എന്നെ ഒറ്റക്കാക്കിയിട്ട് നീ മരിച്ചുപോയി. മരിച്ച ശേഷം ഞാൻ ഒറ്റപ്പെട്ടു. എന്തുമാത്രം ഞാൻ വേദനിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? നീ എന്തിനാ എന്നെ ഒറ്റക്കാക്കി പോയത്? ഈ സിഗരറ്റും കള്ളും കുടിച്ച് എക്സസൈസും ഒന്നും ചെയ്യാതെയാ നിനക്ക് ആ അവസ്ഥ വന്നത്. എന്തിനാടാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? അതും പറഞ്ഞ് അവൾ കരയാനും ദേഷ്യപ്പെടാനും വിഷമിക്കാനും ഒക്കെ ആരംഭിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. പെട്ടെന്നായിരുന്നത് സംഭവിച്ചത്. അവളുടെ മൂക്കിൽ നിന്ന് ചോര പൊടിയാൻ ആരംഭിച്ചു. ബോധക്ഷയം വരുന്ന പോലെ അവൾ അവിടെ കുഴഞ്ഞു വീണു. ജോ അവളെ താങ്ങിപ്പിടിച്ചിരുന്നു. പക്ഷേ അവൾ അപ്പോഴേക്കും മരണപ്പെട്ടു. പിന്നീട് കണ്ണു തുറക്കുമ്പോ സൊറ വീണ്ടും ജൊനാഥന്റെ അരികിൽ കിടക്കുകയാണ്. ആദ്യത്തെ ദിവസം അവൾ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെയാണ് അപ്പോൾ ഇട്ടിരിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ജൊനാഥൻ തന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് സൊറയെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചു. നീ ആരാണ്? അവൻ ഭയത്തോട് ചോദിച്ചു. ജൊനാഥന് ഒന്നും ഓർമ്മയില്ല. പക്ഷേ സൊറയ്ക്ക് എല്ലാം തന്നെ ഓർമ്മയുണ്ട്. കൂട്ടുകാരൻ വിട്ടതായിരിക്കും അവളെ എന്ന് ചിന്തിച്ച് ജൊനാഥൻ പുറത്തേക്കിറങ്ങി. കൂട്ടുകാരൻ കാർലോയെ ഫോൺ ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം സൊറയെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് വിൻഡോയിലൂടെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാം പഴയ പോലെ ഒന്നിൽ നിന്നേ തുടങ്ങിയിരിക്കുന്നു. ഒരു ടൈം ലൂപ്പ് സംഭവിക്കുകയാണ്. എല്ലാം വീണ്ടും ഒന്നിൽ നിന്ന് ആരംഭിക്കുന്നു. പഴയ കാര്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ടൈം ലൂപ്പ് മുമ്പോട്ടേക്ക് പോയി. പക്ഷേ അത്തവണത്തെ ലൂപ്പിൽ സൊറ അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും സൊറയറിയാതെ ജൊനാഥൻ ഒരുപാട് കുടിച്ചു. വീണ്ടും ടൈം ലൂപ്പ് ആരംഭിച്ചു. പഴയതുപോലെ തന്നെ നടന്നു. പക്ഷേ അത്തവണ വീണ്ടും സിഗരറ്റ് വലിക്കുന്നത് കണ്ട് സൊറയെ ദേഷ്യപ്പെട്ട് അവനോട് കാര്യങ്ങൾ പറയുമ്പോഴായിരുന്നു സൊറ മരണപ്പെടുന്നതും ടൈം ലൂപ്പ് കണ്ടിന്യൂ
ചെയ്യുന്നതും. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. സൊറ ഈ ടൈം ലൂപ്പിൽപ്പെട്ടിട്ട് കുറച്ചധികം കാലമായി. ഇതിപ്പോൾ ഒന്നും രണ്ടും തവണയൊന്നുമല്ല ജൊനാഥനെ നേരെയാക്കാൻ സൊറ ശ്രമിക്കുന്നത്. നൂറുകണക്കിന് തവണകൾ പിന്നിട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ തവണയും സൊറ പരാജയപ്പെടുകയാണ്. ഒടുവിലൊരു ടൈം ലൂപ്പിൽ വെച്ച് സൊറയ്ക്ക് എല്ലാ തരത്തിലും മതിയായി. ജൊനാഥൻ സിഗരറ്റ് വലിച്ചു നിൽക്കുന്നത് കാണുമ്പോ അത് കളയാൻ അവൾ പറഞ്ഞു. പക്ഷേ ജൊനാഥൻ അത് കേൾക്കുന്നില്ല. ഒറ്റ തവണ കൂടിയുള്ളൂ, ഇതുകൂടി വലിച്ചോട്ടെ എന്ന മട്ടിൽ അവൻ പറഞ്ഞപ്പോ നിയന്ത്രണം നഷ്ടപ്പെട്ടേ അവൾ പറഞ്ഞു, നീ വലിക്കുകയോ കുടിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നീ എന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. നീ എന്നെ എവിടെ വെച്ച് ആദ്യമായി കാണാൻ പോകുന്നതെന്നറിയാമോ? അത് നിന്റെ ചേച്ചിയുടെ കല്യാണത്തിനായിരിക്കും. അവിടെ വെച്ച് നീ വന്നെന്നെ പരിചയപ്പെടരുത്, മിണ്ടരുത്, എന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. ഇങ്ങനെ കുടിച്ചു നടന്ന് ലാസ്റ്റ് എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഞാൻ ഒറ്റയ്ക്കായി പോകും, നീ മരിച്ചു പോകും. നിനക്ക് നിന്റെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം, നമ്മളിനി കാണുകയേ വേണ്ട. അത് പറഞ്ഞതിന് പിന്നാലെ സൊറ അവിടെ വെച്ച് മരിച്ചു വീണു. വീണ്ടും ടൈം ലൂപ്പ് ആരംഭിച്ചു. പക്ഷെ ഇത്തവണ സൊറ എഴുന്നേറ്റപ്പോ ജൊനാഥനെ ബുദ്ധിമുട്ടിക്കാനോ അവിടെ തുടരാനോ നിന്നില്ല. ആ വീട്ടിൽ നിന്നിറങ്ങി അവള് പുറത്തേക്ക് പോയി. സൊറയ്ക്ക് വലിയ വിഷമമുണ്ട്. ജൊനാഥനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ, തങ്ങളുടെ ജീവിതം ഒരിക്കലും നേരെയാവില്ലല്ലോ എന്ന്. ഇടയ്ക്ക് അവളുടെ ഓർമ്മകൾ വരെ അവരൊന്നിച്ച് ജീവിച്ച ആ കാലത്തിലേക്ക് പോയിരുന്നു. അന്ന് സംസാരിക്കുമ്പോ സൊറ ജൊനാഥനോട് പറഞ്ഞിട്ടുണ്ട്, എത്ര ജന്മങ്ങളെടുത്താലും താൻ അവനെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ എന്ന്. അതിപ്പോൾ അവൾക്ക് തെറ്റിക്കേണ്ടി വരുന്നു. അങ്ങനെ ജൊനാഥന്റെ ജീവിതം മുമ്പോട്ടേക്ക് തന്നെ പോയി. ജൊനാഥൻ തന്റെ ഗേൾഫ്രണ്ട് എൽസയെ കാണുന്നു പോലുമുണ്ട്. പക്ഷെ അതിൽ ഇടപെടാനോ അവരുടെ ബന്ധം വേർപെടുത്താനോ ഒന്നും സൊറ മുമ്പോട്ടേക്ക് ചെന്നില്ല. താൻ ഇനി എന്ത് ചെയ്യണം എന്ന് സൊറ ചിന്തിച്ചു. എന്തെങ്കിലും ജോലി ചെയ്യാം എന്നായിരുന്നു അവളുടെ തീരുമാനം. പലയിടത്തും കയറി അവൾ ജോലി അന്വേഷിച്ചു. എവിടെയും ജോലി കിട്ടിയില്ല. ഒടുവിൽ ഒരു കടയിലെ ഒരു ജോലിക്കാരിയിൽ നിന്നും അവൾ ഒരു വിവരം അറിഞ്ഞു. അവളുടെ ഒരു സുഹൃത്ത് ഒരു ഫാഷൻ ഷോപ്പ് നടത്തുന്നുണ്ട്. അവിടെ ഒരു ഫാഷൻ ഡിസൈനറെ ആവശ്യമുണ്ട്. സൊറ ഒരു ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ആ ജോലി സന്തോഷത്തോടെ ഏറ്റെടുത്തു. അവൾ ആദ്യമായി ഷോപ്പിൽ ചെന്ന ദിവസം തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. തന്റെ മികവ് കൊണ്ട് വളരെ ഈസിയായി അവൾ ആ പ്രശ്നം സോൾവ് ചെയ്തു. കസ്റ്റമറെ ഹാപ്പിയാക്കി. അത് കണ്ട ഓണറിനും അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ കാര്യവും ഓണർ തന്നെ ശരിയാക്കി കൊടുത്തു. സൊറയുടെ ലഗേജിനെ പറ്റി ചോദിച്ചപ്പോ തനിക്ക് ലഗേജ് ഒന്നുമില്ല, ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ചിരിയോടെ സൊറയുടെ മറുപടി. ഓണറിന് അതിലെന്തോ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും സൊറ ആ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. നാളുകൾ മുമ്പോട്ടേക്ക് പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം എൽസയും ജൊനാഥനും ഡ്രസ് എടുക്കാനായി ആ ഷോപ്പിലേക്ക് കയറി വന്നു. അത് കണ്ടതും സൊറ വല്ലാതാകുന്നുണ്ട്. അവരുടെ വിവാഹത്തിനാണ് ആ ഡ്രസ് എടുക്കുന്നത് എന്ന കാര്യം വ്യക്തം. ഓണർ സൊറയോട് ജൊനാഥന്റെ ഡ്രസ്സിന്റെ അളവെടുക്കാൻ പറഞ്ഞു. സൊറ ഏറെ ദുഃഖത്തിലായിരുന്നു അത് ചെയ്തത്. ഒരു ഘട്ടത്തിൽ ദുഃഖം സഹിക്കാൻ പറ്റാതെ അവൾ വാഷ്റൂമിലേക്ക് പോയി. എന്തൊക്കെ പറഞ്ഞാലും സൊറയുടെ ഉള്ളിൽ ജൊനാഥൻ മാത്രമാണുള്ളത്. അതും അത്രയധികം കാലം അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്റെ ആ പ്രിയപ്പെട്ടവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നു. എങ്ങനെ അവൾക്ക് സഹിക്കും? അവൾ ഒരുപാട് വിഷമിച്ചു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. കടയുടെ ഓണർ മുമ്പ് എന്തോ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഭൂതകാലത്തെയും അയാളുടെ മരണത്തെയും അയാളുടെ വേദനകളെയും ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതാണ്. സൊറയാലോചിച്ചു. താനൊരു മരണം മാറ്റാൻ ശ്രമിച്ചിരുന്നു, വേദന മാറ്റാൻ ശ്രമിച്ചിരുന്നു, ഭൂതകാലം തിരുത്താൻ ശ്രമിച്ചിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും മാറുകയേയില്ലല്ലോ. ഒരു തരത്തിൽ ആശ്വസിച്ച് സൊറ താഴേക്കിറങ്ങി വന്നപ്പോ കണ്ടത് ജൊനാഥനും എൽസയും തമ്മിൽ വലിയ വഴക്ക് നടക്കുന്നതാണ്. എൽസ എപ്പോഴും ജൊനാഥനെ ഭരിക്കുന്ന ടൈപ്പായിരുന്നു. എൽസയ്ക്ക് ജൊനാഥൻ ഫോട്ടോഗ്രാഫി ജോലിയൊക്കെ ഉപേക്ഷിച്ച് തന്റെ ഒപ്പം മാഡ്രിഡിൽ വന്ന് റെസ്റ്റോറന്റ് നടത്തണം എന്നാണ് ആഗ്രഹം. എല്ലാത്തിലുമുപരി വിവാഹത്തിന് ജൊനാഥന്റെ അച്ഛനെ വിളിക്കാൻ എൽസ നിർബന്ധം പിടിച്ചു. പക്ഷേ താൻ അതിന് തയ്യാറല്ല എന്നാണ് ജൊനാഥൻ പറയുന്നത്. ഇതൊക്കെയാണ് വലിയ വഴക്കിലേക്ക് വഴിവെച്ചിരിക്കുന്നതും. ആ വഴക്ക് ഒടുവിൽ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഇരുവരും തമ്മിൽ അവിടെ വെച്ച് തന്നെ ബ്രേക്കപ്പായി. അന്ന് സൊറ ഓണറുടെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ മുമ്പ് പറഞ്ഞില്ലേ ഭൂതകാലത്തെയും മരണത്തെയും വേദനയെയും മാറ്റാൻ പറ്റില്ലെന്ന്? എന്നാ പിന്നെ മനുഷ്യരെ മാറ്റാൻ സാധിക്കുമോ? അവരുടെ സ്വഭാവത്തില് വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കുമോ? അത് കേട്ട ഓണർ പറഞ്ഞു, സ്നേഹം കൊണ്ട് ഓരോ മനുഷ്യരുടെയും സ്വഭാവത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. അവരൊരു പക്ഷേ അതുകൊണ്ട് ഒരുപാട് മാറിയേക്കാം. അത് കേട്ട് സൊറയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം സ്നേഹം കൊണ്ട് ജൊനാഥനെ മാറ്റിയെടുക്കാൻ അവൾക്ക് സാധിച്ചാലോ? അവൾ ഓടിച്ചെന്ന് ഓണറെ കെട്ടിപ്പിടിച്ചു. ആ ഓണർക്ക് മനസ്സിലായി അവിടെ വന്നത് സൊറയുടെ പഴയ ബോയ്ഫ്രണ്ട് ആയിരുന്നുവെന്ന്. പഴയ ബോയ്ഫ്രണ്ടിനെ പറ്റി സൊറ ഓണറോട് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. തൊട്ടു പിന്നാലെ സൊറ മരണപ്പെട്ടു വീണു.
വീണ്ടും ടൈം ലൂപ്പ് ആരംഭിക്കുകയാണ്. സൊറെ ജൊനാഥന്റെ അടുത്ത് എഴുന്നേറ്റ് വന്നു. ഇത്തവണ ജൊനാഥനെ സൊറെ വിളിച്ചെഴുന്നേൽപ്പിച്ചില്ല. അവിടുത്തെ അലമാര തുറന്നു നോക്കി. അതിൽ ജൊനാഥനടുത്ത കുറെ ഫോട്ടോസും അതിൽ അച്ഛനായി എഴുതിയ മെസ്സേജസും കത്തുകളുമൊക്കെ അവൾ നോക്കിക്കണ്ടു. ജൊനാഥന്റെ ഈ സ്വഭാവത്തിന്റെ കാരണം അച്ഛനുമായുള്ള പ്രശ്നമായിരിക്കാം എന്ന മട്ടിൽ സൊറെ ചിന്തിച്ചു. അച്ഛനുമായി ഒരു കോംപ്രമൈസിൽ ജൊനാഥനെ എത്തിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ജൊനാഥന്റെ ഈ സ്വഭാവം തന്നെ മാറിയാലോ എന്ന് സൊറെ ചിന്തിച്ച് അതിനായി ശ്രമിക്കാൻ തുടങ്ങി. പതിവ് പോലെ കാര്യങ്ങൾ നടന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജൊനാഥൻ സൊറയെ കണ്ട് ഞെട്ടി പഴയതുപോലെ പ്രവർത്തിച്ചു. പക്ഷെ ഇത്തവണ സൊറെ ജൊനാഥനോട് താൻ ഫ്യൂച്ചർ വൈഫാണെന്നും നമുക്ക് നിന്റെ അച്ഛനെ കാണാൻ പോയി പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന മട്ടിലുമൊക്കെയായിരുന്നു സംസാരിച്ചത്. പക്ഷേ ആദ്യത്തെ 2 പരിപാടികൾ പാളി. ഒരിക്കൽ ജൊനാഥൻ സൊറയെ പോലീസിന് പിടിച്ചു കൊടുത്തു. സൊറെ മരിച്ച് വീണ്ടും ടൈം ലൂപ്പിലെത്തി. പിന്നീട് പഴയ രീതിയിൽ മുമ്പോട്ട് പോയി എൽസയെ ഒഴിവാക്കി. ഒടുവിൽ ജൊനാഥനെ താൻ ഫ്യൂച്ചർ വൈഫാണെന്ന കാര്യം വിശ്വസിപ്പിച്ച് താൻ പറയുന്നതൊക്കെ ജൊനാഥൻ അനുസരിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇപ്പോഴും സൊറെ മരണപ്പെട്ട് വീഴുന്ന ആ രാത്രി, ജൊനാഥൻ ഒളിച്ച് സിഗരറ്റ് വലിക്കാൻ പോകുന്ന രാത്രി, അന്ന് ജൊനാഥന്റെ പിന്നാലെ സൊറെ ഇറങ്ങി ചെന്നു. ഇത്തവണ സിഗരറ്റ് കളയാൻ അവൾ പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞത് അച്ഛനെ പോയി കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റുമായിരുന്നു. പക്ഷേ ജൊനാഥൻ ദേഷ്യത്തിൽ പറഞ്ഞു, നിനക്കെന്റെ അച്ഛനെ പറ്റി എന്തറിയാം? അയാൾ ഒരു ക്രൂരനായ മനുഷ്യനാണ്. 4 വയസ്സിൽ എന്നെയും എന്റെ അമ്മയെയും കളഞ്ഞിട്ട് അയാൾ പോവുകയായിരുന്നു. ആകെ ചേച്ചിയും ഞാനും മാത്രമേ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിക്ക് 6 വയസ്സ്. എന്നിട്ട് അയാളെ ഞാൻ കാണാൻ പോകണമെന്ന് അയാൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയാൾക്ക് അയാളുടെ സന്തോഷങ്ങൾ മാത്രം മതിയായിരുന്നു. സൊറയ്ക്ക് ദേഷ്യം വന്നു. സൊറെ പറഞ്ഞു, നീയും അങ്ങനെ തന്നല്ലേ? എന്താ വ്യത്യാസം? നീയും നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചു. നിന്റെ സുഖങ്ങൾ കണ്ടെത്തി. എന്നെപ്പറ്റി നീ ചിന്തിച്ചോ? എന്നിട്ട് നിന്റെ സുഖത്തിന് വേണ്ടി കുടിക്കുകയും വലിക്കുകയും ചെയ്ത് നീ മരിച്ചുപോയി. എന്നെ ഒറ്റയ്ക്കാക്കി. അതല്ലേ നിന്റെ അച്ഛനും ചെയ്തത്? നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണ്. ജൊനാഥന്റെ മരണത്തെപ്പറ്റി സൂചിപ്പിച്ചതും സൊറെ വീണ്ടും മൂക്കിൽ നിന്ന് ചോര വന്ന് അവിടെ മരിച്ചു വീണു. ടൈം ലൂപ്പ് വീണ്ടും ആരംഭിച്ചു. പക്ഷേ ഇത്തവണ ജൊനാഥനെ തിരുത്താൻ അവൾ പോയില്ല. മറിച്ച് ജൊനാഥനുമായി കമ്പനിയായ ശേഷം ജൊനാഥന്റെ കൂട്ടുകാരൻ കാർലോയെ കാണാൻ വേണ്ടി അവൾ ചെന്നു. കാർലോയോട് പാരലൽ യൂണിവേഴ്സിന്റെയും ടൈം ലൂപ്പിന്റെയും തന്റെയും കാര്യങ്ങൾ വിശദീകരിച്ചു. സിനിമാ സ്ക്രിപ്റ്റിലൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്ന കൂട്ടുകാരന് സൊറെ പറയുന്നതൊക്കെ കുറെ മനസ്സിലാകുമായിരുന്നു. ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ കാർലോ പറഞ്ഞു, ജൊനാഥനെ കൺട്രോൾ ചെയ്താൽ അവനത് തീരെ ഇഷ്ടപ്പെടില്ല. കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അവനോട് കാര്യങ്ങൾ പറഞ്ഞാലും ശരിയാവില്ല. അതേസമയം സ്നേഹത്തോടെ അവനോട് പറഞ്ഞാൽ അവൻ എന്തും ചെയ്യും. സൊറയ്ക്ക് അത് കേട്ടപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി. അത് പറഞ്ഞ ശേഷം സൊറെ അവിടെ നിന്ന് നടന്നു നീങ്ങി. വീണ്ടും അവൾ ഒരു ടൈം ലൂപ്പ് ആരംഭിച്ചു. പിന്നെ ജൊനാഥനും അവളും തമ്മിൽ സൗഹൃദത്തിലായി. അങ്ങനെ ജൊനാഥനെയും വിളിച്ചുകൊണ്ട് അവൾ ഒരു സ്ഥലത്തെത്തി. അവിടെ ഇരുന്ന് സംസാരിച്ചു. ജൊനാഥനോട് അവൾ പറഞ്ഞു, നിന്റെ അച്ഛൻ വളരെയധികം മോശപ്പെട്ട മനുഷ്യനാണ് എന്നെനിക്കറിയാം. പക്ഷേ ചിലതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് അവസാനിപ്പിക്കുന്നതല്ലേ? നിനക്ക് വേണമെങ്കിൽ അച്ഛനെ കാണാൻ പോകാം. അച്ഛനോട് ക്ഷമ ചോദിക്കണമെങ്കിൽ അതുമാകാം. എല്ലാം നിന്റെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ നിർബന്ധിക്കുകയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ പ്രവർത്തിച്ച നിന്റെ മനസ്സിന്റെ ഭാരം കുറയും. അവനോട് വളരെ സ്നേഹത്തോടുകൂടി അവന്റെ വാക്കിന് വില കൽപ്പിച്ച് സംസാരിച്ചതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ജൊനാഥൻ അതിന് സമ്മതിച്ചു. അച്ഛനെ കാണാൻ പോവാൻ അവൻ തയ്യാറായി. അങ്ങനെ ഇരുവരും കൂടി അച്ഛനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. ഒടുവിൽ അച്ഛൻ താമസിക്കുന്ന ഇടത്തേക്കും എത്തി. റൊമാൻറ്റിക്കായി കുറെ സമയം ചിലവഴിച്ചൊക്കെയാണ് അവരുടെ യാത്ര. ഓരോ ചെറിയ മൊമെന്റ്സും അവർ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സൊറെ അങ്ങനെ ജൊനാഥനുമായി അച്ഛന്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ല് മുഴക്കി. പക്ഷേ ഡോർ തുറക്കാൻ നേരത്ത് ആകാശത്തിൽ എന്തോ ഒരു ചുവന്ന കളറിലൊന്ന് പ്രത്യക്ഷപ്പെട്ടു. ഒറോറ പോലെ കാണപ്പെടുന്ന ഒന്ന്. പെട്ടെന്ന് സൊറയുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. പിന്നാലെ അവൾ മരണപ്പെട്ടു വീണു. ടൈം ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഓരോ തവണയും സൊറെ ജൊനാഥനെ അച്ഛനെ മീറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും തോറും ആ ഒരു ടൈം ലൂപ്പിന്റെ സമയം കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. ജൊനാഥന്റെ മരണത്തെപ്പറ്റിയോ തന്റെ മരണത്തെപ്പറ്റിയോ ഒന്നും അവൾ സംസാരിച്ചിട്ടേയില്ല. എന്നിട്ടും ഇപ്പോൾ ലൂപ്പിന്റെ സമയം കുറഞ്ഞു വരുന്നു. ആകെ ചെയ്യുന്ന ഒരേ ഒരു പ്രവൃത്തി ജൊനാഥനെ അച്ഛനുമായി മീറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കലാണ്. ഓരോ ശ്രമവും പരാജയപ്പെട്ട് ലൂപ്പിന്റെ സമയം കുറഞ്ഞു വന്ന് ഒടുവിൽ സൊറയുടെ ഈ ലൂപ്പ് തന്നെ ഇല്ലാതാകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അത് മനസ്സിലാക്കിയ സൊറെ അവസാനമായി ഒരു മെസ്സേജ് അവനോട് പറഞ്ഞു, നിന്നെയും അച്ഛനെയും ഒന്നിപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഓരോ കാര്യത്തിനും ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി എനിക്ക് അധികം കാലമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ചിലപ്പോൾ സമയത്തിൽ ലയിച്ചു പോയേക്കാം. എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. എന്നെ നീ മറക്കാൻ പാടില്ല. അവനതിന് ഓക്കെ പറയുകയും ചെയ്തു. അവൾ എന്താ പറഞ്ഞതെന്ന് പോലും അവനപ്പോൾ മനസ്സിലായിരുന്നില്ല.
തൊട്ടുപുറകെ മൂക്കിൽ നിന്ന് ചോര വന്ന് അവൾ മരിച്ചു വീണു. പക്ഷേ അടുത്ത ലൂപ്പിൽ അവൾ ഉണർന്നതും ജൊനാഥൻ പതിവ് പോലെ എഴുന്നേറ്റ് നീ ആരാണെന്ന് അവളോട് ചോദിച്ചു. അപ്പോഴേക്കും ലൂപ്പിന്റെ സമയം ചുരുങ്ങിക്കഴിഞ്ഞിരുന്നു. ആകാശത്ത് മുഴുവൻ ആ ചുവന്ന ദീപ്തി പ്രത്യക്ഷപ്പെട്ടു. ലൂപ്പിന്റെ സമയം അത്രമേൽ കുറഞ്ഞില്ലാതായി. ജോ മരണപ്പെട്ടു വീണു. കണ്ണു തുറക്കുമ്പോൾ ഇത്തവണ ജോ ആർട്ടിക് പ്രദേശത്താണ്. ലൂപ്പ് അവസാനിച്ചിരിക്കുന്നു. ജൊനാഥൻ ആർട്ടിക്കിലെ ഫോട്ടോസൊക്കെ പകർത്തി വീട്ടിലേക്ക് തിരികെ എത്തി. പക്ഷെ ഒന്നും പഴയ പോലല്ല. എന്തോ ഒരു മിസ്സിങ്. എന്തിനു വേണ്ടി മനസ്സ് ദാഹിക്കുന്ന പോലെ അവൻ അനുഭവപ്പെടുന്നു. അവൻ അടുത്ത ദിവസം എൽസയെ കാണാൻ പോയി. പക്ഷെ എൽസയ്ക്കടുത്തും മനസ്സ് തുറന്ന് സംസാരിക്കാനൊന്നും അവന് പറ്റുന്നില്ല. എന്തൊക്കെയോ ഒരു വല്ലായിക, എന്തൊക്കെയോ അവനെ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ. അവന്റെ മാറ്റങ്ങളെപ്പറ്റി എൽസയും അവനോട് പറഞ്ഞു. പിന്നെ അവൻ കാർലോയെ ചെന്ന് കണ്ടു. കാർലോയോട് സംസാരിക്കുമ്പോ അവൻ പറഞ്ഞു, ഞാൻ എൽസയുമായി ബ്രേക്കപ്പ് ചെയ്തു. എന്തോ അവൾ എനിക്ക് പറ്റുന്നവളായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും ചിന്താഗതികൾ വ്യത്യസ്തമാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അതൊന്നുമല്ല. എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെ, എന്തിനു വേണ്ടി ഞാൻ ഒരുപാട് കൊതിക്കുന്നത് പോലെ. ജൊനാഥന്റെ ജീവിതം മുമ്പോട്ടേക്ക് പോയി. മുമ്പ് സൊറയുമായി പോയി ഒരു കടൽ തീരത്ത് നിന്ന് അവൻ കുറച്ച് ഫോട്ടോസ് എടുത്തില്ലായിരുന്നോ? അവിടെ പോയി അവൻ ഫോട്ടോസ് പകർത്തി. അടുത്ത ദിവസം അവൻ എന്തുകൊണ്ടോ അച്ഛനെ കാണാൻ പോകണമെന്ന് തോന്നി. അവൻ അച്ഛൻ താമസിക്കുന്ന വീട്ടിലെത്തി. കോളിംഗ് ബെല്ല് മുഴക്കിയപ്പോ ഒരു ലേഡി വന്ന് വാതിൽ തുറന്നു. വീട്ടിൽ ചെന്ന് അച്ഛന്റെ പേര് പറഞ്ഞ് അദ്ദേഹം ഇവിടുണ്ടോ എന്ന് തിരക്കി. ഉണ്ടെന്നാ ലേഡി പറഞ്ഞതും ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ലേഡി അവനെ അകത്തേക്ക് കയറ്റിയിരുത്തി. അകത്തിരുന്നപ്പോഴുള്ള ഫോട്ടോസ് കണ്ടാണ് ജൊനാഥൻ ആ കാര്യം മനസ്സിലായത്. തന്നെ ക്ഷണിച്ച ലേഡി തന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയാണ്. അച്ഛനും പുതിയ ബന്ധത്തിലെ മകനും പുറത്തുനിന്ന് കളിച്ചു ചിരിച്ച് രസിച്ചു നിൽക്കുന്നു. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്നത് കണ്ടതും അവന് തോന്നി. താൻ കൊണ്ടുവന്നിരുന്നൊരു ഫോട്ടോ താൻ ഇരുന്ന് എടുത്തു വെച്ച് അവൻ തിരികെ പോയി. അവന്റെ അച്ഛൻ വന്ന് നോക്കുമ്പോ അവിടെ മറ്റാരുമില്ല. ആ ഫോട്ടോയുണ്ട്. അതിന്റെ പിന്നിലെ കുറിപ്പും. അദ്ദേഹം അത് വായിച്ചു. നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണല്ലേ ജീവിക്കുന്നത്? കുഴപ്പമില്ല. എന്നെയും എന്റെ ചേച്ചിയെയും 4 വയസ്സുവരെ നിങ്ങൾ നന്നായിട്ട് തന്നെയല്ലേ നോക്കിയത്? എനിക്കത് തന്നെ ധാരാളമാണ്. നിങ്ങളുടെ തെറ്റുകൾക്ക് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം വല്ലാതായി. വന്നത് തന്റെ മകനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന കണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്കിറങ്ങി. ജൊനാഥനെ നോക്കി. പക്ഷേ ജൊനാഥൻ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നല്ല കുറ്റബോധം തോന്നിയിരിക്കണം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ജൊനാഥന് എന്തോ വല്ലാത്ത ആശ്വാസം തോന്നിയിരുന്നു. ജൊനാഥൻ നേരെ പോയി കാർലോയെ കണ്ടു. ശേഷം പറഞ്ഞു, ഞാൻ തിരിച്ച് ഇന്തോനേഷ്യയിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ എന്റെ ദൗത്യം കഴിഞ്ഞതുപോലെ തോന്നുന്നു. കാർലോയും അതിനവനെ പ്രോത്സാഹിപ്പിച്ചു. അവിടെ അവൻ എത്തിയതിന്റെ ലക്ഷ്യം പോലും അച്ഛനെ ഒന്ന് കാണുകയെന്നതായിരുന്നു. അച്ഛനെ കണ്ടു. മിണ്ടിയില്ലെങ്കിൽ കൂടിയും ദൂരെ നിന്നൊന്ന് കാണാൻ സാധിച്ചു. പറയാനുള്ളത് പറഞ്ഞു. ഇപ്പോൾ മനസ്സിനൊരു ആശ്വാസമുണ്ട്. കൂട്ടത്തിൽ ജൊനാഥൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അവൻ കുടിയും വലിയുമൊക്കെ അവസാനിപ്പിച്ചുവെന്ന്. കാർലോയ്ക്ക് വലിയ അതിശയം തന്നെ തോന്നി. ജൊനാഥന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയോ കാണപ്പെടുന്നുണ്ടായിരുന്നു. അവൻ ഇന്തോനേഷ്യയിൽ ചെന്നു. പിന്നാലെ അവൻ വർക്കൗട്ട് ചെയ്യാനായി പുറത്തിറങ്ങി. ഓടിയോടി അവനൊരു സ്ത്രീയുടെ അടുത്തെത്തി. അതവന്റെ അമ്മയായിരുന്നു. അവനങ്ങനെ പുലർച്ചെ വർക്കൗട്ട് ചെയ്യാൻ വന്നത് കണ്ട് അമ്മയ്ക്ക് പോലും അതിശയം തോന്നി. സാധാരണ ഒന്നിനെയും കൂസാത്ത അലങ്കോലമായൊരു ജീവിതമായിരുന്നല്ലോ ജൊനാഥന്റേത്. ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. ആരും പറഞ്ഞുകൊടുക്കാതെ അവന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ അവന്റെ ഉള്ളിൽ നിന്ന് വന്നു തുടങ്ങുന്നു. പിന്നാലെ അവനോരോ ഫോട്ടോസും പരിശോധിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവന്റെ കയ്യിൽ കിട്ടിയ ഒരു ഫോട്ടോയിൽ വല്ലാത്തൊരു സംശയം അവന് തോന്നുന്നുണ്ടായിരുന്നു. അതവൻ സൂക്ഷ്മമായി പരിശോധിച്ചു. സൊറയുടെ ഫോട്ടോ പകർത്തിയിരുന്നില്ലേ? ആ സ്ഥലത്ത് പോയി അവൻ ഫോട്ടോ എടുത്തിരുന്നല്ലോ. അതിൽ കടൽ ഭാഗത്ത് ഒരു നിഴൽ രൂപം പോലെ ഒരു ലേഡിയുടെ രൂപം. പക്ഷേ എന്താണെന്ന് വ്യക്തമായിട്ട് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ജൊനാഥൻ തന്റെ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്തി. ആ എക്സിബിഷനിൽ ഒരു പെൺകുട്ടി എത്തിയിരുന്നു. സൊറയുടെ പ്രസന്റ് വെർഷൻ. ആർട്ടിക്കിൽ നിന്നും അവൻ പകർത്തിയ ചിത്രങ്ങളായിരുന്നു കൂടുതലും അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. കൂട്ടത്തിൽ വലിയൊരു വാളിൽ സമുദ്രത്തിലെ ആ നിഴൽ രൂപമടങ്ങുന്ന ചിത്രവും അവൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സൊറെ ആ ഫോട്ടോയിൽ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് ജൊനാഥൻ അങ്ങോട്ടേക്ക് ചെന്നു. അവളെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു പരിചിതഭാവം ജൊനാഥന് തോന്നുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇരുവരും സംസാരിച്ചു. ആ ഫോട്ടോയിലെ ആർട്ടിസ്റ്റിക് ഭാവത്തെപ്പറ്റിയൊക്കെ ജൊനാഥൻ വിശദീകരിച്ചു പറഞ്ഞു. അവിടുത്തെ ലൈറ്റ് ഓഫാക്കി ആ ഫോട്ടോയുടെ ഭാഗത്ത് അതുമാത്രം പ്രദർശിപ്പിക്കുന്നു
പറ്റുന്ന രീതിയിൽ ലൈറ്റ് തെളിച്ചപ്പോ ഒരു ഒറോറ അവിടെ രൂപപ്പെട്ടു. പിന്നാലെ ജൊനാഥൻ വിശദീകരിച്ചു, ഈ ഫോട്ടോ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തരാറുണ്ട്. മനുഷ്യർ പേടി കാരണവും ആരെങ്കിലും പറഞ്ഞതുകൊണ്ടും അവരുടെ സ്വഭാവം മാറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്നേഹം കൊണ്ട് ഒരാളുടെ സ്വഭാവം മാറ്റാൻ പറ്റും. ഈ ലൈറ്റും ഫോട്ടോയും ഒക്കെ കാണുമ്പോ എനിക്കതാ തോന്നാറുള്ളത്. അത് കേട്ടപ്പോഴേക്കും സൊറയ്ക്കൊരു കാര്യം മനസ്സിലായി. ഈ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ അത് ജൊനാഥൻ തന്നെയാണെന്ന്. നിങ്ങളാണല്ലേ ഈ ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ എന്ന മട്ടിൽ അവൾ ചോദിച്ചപ്പോ അതെ എന്ന് ജൊനാഥൻ പറഞ്ഞു. പിന്നാലെ പരിചയപ്പെടാൻ വേണ്ടി എന്റെ പേര് ജൊനാഥൻ എന്ന് പറഞ്ഞ് ജൊനാഥൻ ഷെയ്ക്കാൻഡിനായി കൈനീട്ടി. എന്റെ പേര് സൊറ എന്ന് പറഞ്ഞ് അവളും കൈനീട്ടുകയാണ്. ഇരുവരുടെയും വിരലുകൾ കൂട്ടിമുട്ടിയ സമയത്ത് പെട്ടെന്ന് ഷോക്കേൽക്കുന്ന പോലെ അത്ര നാളും അവരുടെ ജീവിതത്തിൽ നടന്ന ടൈം ലൂപ്പിന്റെയും മറ്റും കാര്യങ്ങളുമെല്ലാം അവരുടെ ഉള്ളിലേക്ക് ഓടിയെത്തി. അവരുടെ പ്രണയവും പാരലൽ യൂണിവേഴ്സുകളിലെ ടൈം ലൂപ്പുകളും എല്ലാം തെളിഞ്ഞു വന്നു. അവർ തമ്മിൽ എത്രമേൽ അടുപ്പമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു എന്നതെല്ലാം ഇരുവരുടെയും കണ്ണുകൾ നിറച്ചു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പഴയ ടൈം ലൈനിൽ ജൊനാഥൻ ആരോഗ്യമൊന്നും നോക്കാതെ ജീവിച്ചതുകൊണ്ട് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. പിന്നീട് സൊറ ഒരുപാട് വലിയ ദുഃഖങ്ങളിൽ ആണ്ടുപോയി. പിന്നീട് ജൊനാഥന്റെ ഓർമ്മകളിലായിരുന്നു സൊറ ജീവിച്ചത്. ജൊനാഥൻ പോയ ഇടങ്ങളിലൊക്കെ അവൾ സഞ്ചരിച്ചു. ആർട്ടിക്കിലും പോയി. അവൾ ആർട്ടിക്കിൽ പോയ സമയത്ത് കപ്പലിൽ ഉറങ്ങുമ്പോഴായിരുന്നു എന്തോന്ന് സംഭവിച്ചത്. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ ടൈം ലൂപ്പ് ആരംഭിച്ച് അവൾ ജൊനാഥന്റെ അരികിലായിരുന്നു. ജൊനാഥൻ ആദ്യമായി ടൈം ലൂപ്പ് ആരംഭിച്ചപ്പോ ഞെട്ടിയെഴുന്നേറ്റ് നീ ആരാ എന്താ എന്ന് സൊറയോട് ചോദിച്ചിരുന്നു. സൊറെ നീ മരിച്ചില്ലേ, നീ മരിച്ചുപോയതല്ലേ എന്ന മട്ടിൽ ഞെട്ടലോട് ചോദിച്ചതും മൂക്കിൽ നിന്ന് ചോര വന്നവൾ വീണ്ടും മരണപ്പെട്ടു. ജൊനാഥന്റെ മരണത്തെപ്പറ്റി സംസാരിച്ചാൽ സൊറ മരണപ്പെടും എന്നവൾ തിരിച്ചറിഞ്ഞതായിരുന്നു അപ്പോൾ. പിന്നീട് അങ്ങോട്ടേക്ക് ജൊനാഥനുമായി ദീർഘകാലം ഒന്നിച്ചു ജീവിക്കണം, അതിന് അവന്റെ സ്വഭാവം തിരുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള സൊറയുടെ പ്രവൃത്തികളായിരുന്നു. ടൈം ലൂപ്പുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കാര്യങ്ങൾ അത്രയും ആ പ്രസന്റ് നിമിഷത്തിൽ വെച്ച് സൊറയുടെയും ജൊനാഥന്റെയും ഉള്ളിലേക്ക് ഓടിയെത്തി. തങ്ങൾ തമ്മിൽ എത്രമേൽ അടുപ്പമുണ്ടായിരുന്നു എന്ന ഓർമ്മ ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. അവർ ഒന്നുചേരുന്നു എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ സ്നേഹബന്ധത്തിന്റെയും ടൈം ലൂപ്പിന്റെയും കഥ പറഞ്ഞ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.